സമ്മതിക്കാതെ ഞാൻ നിൽക്കേണ്ടി വന്നു. എല്ലാ തിരുമേനിമാരും എന്നോട് പറയുന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു, ബാബാ തിരുമേനി എന്നോട് പറയണം. എൻ്റെ പിടിവാശിയൊന്നുമല്ല, മനസ്സറിയണമല്ലോ. വലിയ ബാബായും പറഞ്ഞു. വലിയ ബാബ പറഞ്ഞാൽ വലിയ കുഴപ്പമാണ്. മോനെ മരിക്കുന്നിടം വരെ ഇവിടെ ഇരുന്നോണോ? ഞാൻ പറഞ്ഞു അതൊന്നും വേണ്ട, ഈ ഒരു ടേം കൂടെ നിൽക്കുന്ന മതിയെന്ന് പറഞ്ഞ് ഞാൻ അവരുടെ അനുഗ്രഹം വാങ്ങിച്ച് അവരുടെ വളരെ നിർബന്ധപ്രകാരമുള്ള സംഗതി പറഞ്ഞിട്ട് ഞാൻ ഇവിടെ നിൽക്കുന്നു എന്ന് പറഞ്ഞ് എല്ലാ തിരുമേനിമാരും എനിക്കറിയാവുന്ന അച്ഛന്മാരും അൽമായ ശ്രേഷ്ഠരും നിർബന്ധിച്ചു. അത് ഞാൻ പറഞ്ഞാൽ ഞാനൊരു കാര്യം ഏറ്റെടുത്താൽ എൻ്റെ ജീവൻ അതിനകത്ത് കൊടുത്ത് പ്രവർത്തിക്കുന്ന ആളാണ്. എൻ്റെ കൂടെ സഹപ്രവർത്തകരായിട്ട് മുത്തൂര് ഗ്രൂപ്പിലുള്ളവർക്കറിയാം, എൻ്റെ കുടുംബത്തിലുള്ള ചേടത്തിക്കറിയാം. 3 സ്ഥലത്ത് ഇന്ന് പള്ളി പറഞ്ഞു. ഒന്ന് എൻ്റെ ദൈവം, അതായത് എൻ്റെ സഭ, ഞാൻ കാണുന്ന ദൈവം, എൻ്റെ സഭയിൽ കൂടെയുള്ള സഭ, അതായത് എൻ്റെ പാവങ്ങളും ഉൾപ്പെട്ട ദൈവം. രണ്ടാമത് എൻ്റെ കുടുംബം അല്ലെങ്കിൽ എൻ്റെ ബിസിനസ്. മൂന്നാമത് എൻ്റെ കുടുംബം. ഈ 3 സ്ഥലത്തും എൻ്റെ ജീവൻ കൊടുക്കും, അതുപോലെ പ്രവർത്തിക്കും. അതിലേറ്റവും കൂടുതൽ ജീവൻ കൊടുക്കുന്ന ഏതിനാന്ന് ചോദിച്ചാൽ ദൈവത്തിന്, അല്ലെങ്കിൽ പാവം പിടിച്ച ആളുകളുടെ കോഴ്സിന്. അപ്പം ഇങ്ങനെയുള്ള ഒരു പ്രേരണ കൊണ്ട് രണ്ടാമത് നിന്നപ്പോൾ ഞാൻ പ്രവർത്തിച്ചില്ല എന്ന് പറഞ്ഞ സത്യം വളരെ ചുരുക്കം പ്രവർത്തിച്ചു. നിങ്ങളെല്ലാമാണ് എന്നെ പ്രോത്സാഹിപ്പിച്ച് എനിക്ക് വേണ്ടി നിങ്ങൾ മറ്റുള്ളവർക്കൊക്കെ പോവുകയും പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യും. നിങ്ങൾക്കറിയാം, ഇങ്ങനെയൊക്കെയുള്ള അവസരങ്ങളിൽ പറഞ്ഞില്ലെങ്കിൽ പറയും, ആരും എന്നോടൊന്നും പറഞ്ഞില്ല എന്ന് പറയും ഓർത്തഡോക്സുകാർ. ശരിയല്ലേ? എന്നോടാരും പറഞ്ഞില്ല, അപ്പോൾ നിങ്ങളൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ നിങ്ങളോട് ഒരു നന്ദി സൂചകമായിട്ട് ഇന്ന് ഷോർട്ട് നോട്ടീസിൽ ഇന്നലെ രാവിലെ തീരുമാനിച്ചതാണ്. ഞാൻ പള്ളിയിലെ സ്വീകരണം കഴിഞ്ഞ് ഇവിടെ വന്നൊരു സ്വീകരണം തന്നിട്ട് പോകണമെന്ന് ആഗ്രഹിച്ചതിൻ്റെ കാരണം, ഇത് നീട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ആറിയ കഞ്ഞി പഴങ്കഞ്ഞി, നമ്മൾ പഴങ്കഞ്ഞി എടുത്ത് ചിലപ്പം കളയും. പണ്ടൊക്കെ പഴങ്കഞ്ഞി കുടിക്കുമായിരുന്നു, ഇപ്പം എടുത്ത് കളയും. അപ്പോൾ ഞാനിത് താമസിക്കാതെ ഇന്ന് തന്നെ ഷോർട്ട് നോട്ടീസ് ചെയ്തതിൽ ഒന്നാമത് ഞാൻ ക്ഷമാപണം നടത്തുന്നു. കാര്യം ആർക്കും ഒരു ടൈം കൊടുത്തില്ല. ഞാൻ ശ്രീമാൻ അച്ഛൻ കുഞ്ഞിനോട്, തോമസ് ജോണിനോട് പള്ളി വെച്ചാണ് പറഞ്ഞത്. തോമസ് ജോണൊക്കെ എനിക്ക് വേണ്ടി അവിടെ എൻ്റെ പള്ളിക്കാരനായതുകൊണ്ട് അവിടെ നിന്ന് പ്രവർത്തിച്ചു. അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു, ഇന്ന് ഇവിടെ ഉണ്ട്. അദ്ദേഹം വന്നു. ഞാൻ വികാരിയച്ഛനോട് പോലും ഇന്നാണ് പറഞ്ഞത്, അല്ലെ ഇന്നലെയാണ് പറഞ്ഞത്, ഇങ്ങനൊരു സംഗതി ഉണ്ട്. അച്ഛൻ വന്നു. ജിജി ഷാമുൽ അച്ഛനോട് നേരത്തെ തന്നെ ഞാൻ പറഞ്ഞത്. അപ്പം മാത്യു സാറിനോട് എബ്രാഹിം സാറിനോട് ഇന്നലെയല്ലേ പറഞ്ഞത്. അപ്പം എല്ലാവരും നോക്കണേ, എന്നോടുള്ള സ്നേഹം ഈ 40-50 പേരുള്ളെന്ന് പറഞ്ഞ് എല്ലാവരും ഇവിടെ വന്നിട്ടുണ്ട്. ഞാൻ ആദ്യമായിട്ട് നിങ്ങളെ സ്വാഗതം ചെയ്യുകയും നിങ്ങളോട് നന്ദി പറയുകയും ചെയ്യും. എന്തിനാണ് ഞാൻ വിളിച്ചതെന്നുള്ളതാണ് ഞാനിപ്പം പറഞ്ഞത്. അപ്പം ഇതിനകത്ത് ഒരു വലിയ പ്രോഗ്രാമിൽ പോകാതെ നമുക്ക് ജിജി ശാമുലച്ചനെ കൊണ്ട് ഒന്ന് സംസാരിപ്പിച്ചിട്ട് ജിജി ശാമുലച്ചനെ അങ്ങ് റിലീവ് ചെയ്യണം. സാറേ, വലിയ വെൽക്കം വേണ്ട, ഞാൻ ആ വെൽക്കം ചെയ്യട്ടെ. സാറിൻ്റെ പേര് എഴുതി വെച്ചെങ്കിലും ഞാൻ വെൽക്കം ചെയ്തു. താങ്ക് യു. ചോദിച്ചാൽ സ്നേഹമുള്ള വത്സന്മാർന്ന പ്രിയമുള്ളവരെ, എനിക്ക് തോന്നുന്നു ചോദിച്ചാൽ ജയിച്ചാൽ പിന്നെ 4-ാമത്തെ 5-ാമത്തെ പ്രസംഗമാണ്. ചോദിച്ചാനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, ഒരാളെ ഏറ്റവും അധികം പുകഴ്ത്താൻ കിട്ടുന്നൊരു സമയം ഇതുപോലെയുള്ള സന്ദർഭങ്ങളാണ്. പക്ഷേ ചോദിച്ചാനെ സംബന്ധിച്ചിടത്തോളം പുകഴ്ത്തലിൻ്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. യാഥാർത്ഥ്യങ്ങൾ ഒരുപാട് ജീവിതത്തിൽ അനുഭവിക്കുകയും മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുകയും ചെയ്യുന്ന ഒരു ജീവിതത്തിൻ്റെ ഉടമയാണ് ശ്രീ MG ജോർജ് മുത്തൂറ്റ്. നിങ്ങളൊക്കെ ഒരുപക്ഷെ അദ്ദേഹത്തെ വളരെ അടുത്തും അകലെയുമായി ഒക്കെ വീക്ഷിക്കുന്ന ആളുകളായിരിക്കും. ഞാൻ ഇത്രയധികം അടുത്ത് ചോദിച്ചാനുമായിട്ട് വരുന്നത് ഇവിടെ വികാരിയായി വന്നതിന് ശേഷമാണ്. സഭയുടെ കഴിഞ്ഞ 5 വർഷക്കാലത്തെ സുവർണ നാളുകൾ, 5 വർഷക്കാലം എന്ന് പറയുമ്പോൾ മലങ്കര ഓർത്തഡോക്സ് സഭയെ സംബന്ധിച്ചിടത്തോളം പുതിയ ദർശനങ്ങളുടെ കാലമായിരുന്നു. ഇപ്രാവശ്യം വീണ്ടും അതേ ആളുകൾ തന്നെ നേതൃത്വനിരയിലേക്ക് വന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം
ദൈവം ചിന്തിച്ചിട്ടുണ്ട് ഇനിയും ചില കാര്യങ്ങൾ ഇവർക്ക് ചെയ്തു തീർക്കുവാനായിട്ടുണ്ട്. അതിനൊരവസരം കൂടി സഭയുടെ ദൈവികമായ പദ്ധതിയുടെ ഭാഗമാണ് നേതൃത്വ നിരയിലേക്ക് ആളുകൾ വരിക എന്നുള്ളത്. പരിശുദ്ധ സഭയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ചിന്തിച്ചാൽ അറിയാം, നേതൃത്വ നിരയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ആളുകൾ സഭയ്ക്ക് പുതിയ ദർശനവും പുതിയ കാൽവയ്പ്പുകളും കൊടുക്കുവാൻ നമ്മളൊക്കെ ആഗ്രഹിക്കുന്ന ആളുകളാണ്. പഴയ കാലങ്ങൾ നമ്മളൊക്കെ ഓർത്തഡോക്സ് എന്ന് പറയുന്നത് പല കാര്യങ്ങളിലും നമ്മൾ തനി ഓർത്തഡോക്സ് ആണ്. പുതിയ കാര്യങ്ങളിലേക്ക് നീങ്ങുവാൻ ഒരുപക്ഷെ പലപ്പോഴും നമുക്ക് സാധിക്കുന്നില്ല. എന്നാൽ പുതിയ പൊതു നേതൃത്വ നിര ബഹുമാനപ്പെട്ട കോനാട്ടച്ചൻ്റെയും ശ്രീ എം ജി ജോർജിൻ്റെയും ഡോക്ടർ ജോർജ് ജോസഫിൻ്റെയും നേതൃത്വത്തിൽ ഉണ്ടായിരുന്ന സഭയുടെ നേതൃത്വം നമുക്ക് ഒന്ന് വിശകലനം ചെയ്താൽ മനസ്സിലാവും. ഒരു രംഗത്ത് മാത്രമല്ല, ഒരുപാട് രംഗങ്ങളിൽ അവരുടെ പ്രവർത്തനത്തിന്റെ ഏറ്റവും പ്രത്യേകത ഞാൻ കാണുന്നത് മേൽത്തട്ടിലുള്ള ആളുകൾക്ക് വേണ്ടി ആയിരുന്നില്ല അവരുടെ പ്രവർത്തനം. സഭയിൽ ഒരുപാട് തട്ടുകളുണ്ട്, നമുക്കറിയാം. വിഭാഗീയതയല്ല, ഓരോ തലത്ത് സാമ്പത്തികമായും സാമൂഹ്യമായും ഒരുപാട് തട്ടുകളുണ്ട്. എന്നെ ഏറ്റവും അധികം ആകർഷിച്ച ഒന്ന് രണ്ട് കാര്യങ്ങൾ ഇവരുടെ പ്രവർത്തനത്തിന്റെ ഭാഗമായി വന്ന് ഞാൻ മനസ്സിലാക്കിയത്, സഭയിൽ ഇന്നും ആരും തിരിഞ്ഞു നോക്കാതിരിക്കുന്ന സഭയിലെ നമ്മളൊക്കെ മൂപ്പന്മാരെന്ന് പറയും, സഭയെ ദേവാലയങ്ങൾ തുറന്നിടുകയും അടച്ചിടുകയും ഒക്കെ ചെയ്യുന്ന ഒരു വിഭാഗം ആളുകളുണ്ട്. അവർക്ക് പോലും ഇൻഷുറൻസ് ഏർപ്പെടുത്താൻ, അവരുടെ ജീവിത സാഹചര്യങ്ങളെ കുറിച്ച് മനസ്സിലാക്കാൻ സമൂഹത്തിലെ ഏറ്റവും താഴേക്കിടയിലുള്ള ആളുകളിൽ പോലും ശ്രദ്ധ പതിഞ്ഞു എന്നുള്ളതാണ്. അതാണ് നമ്മുടെ ഏറ്റവും ആവശ്യമായിരിക്കും. സഭയ്ക്ക് ഇന്ന് ഏറ്റവും ആവശ്യമായിരിക്കുന്നത് അർഹിക്കുന്നവർക്ക് വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളതാണ്. അതിന് കഴിയുന്നത് ആരുണ്ടോ അവരോടൊപ്പം ജനമുണ്ടാകും എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ ഇലക്ഷനിൽ നമ്മൾ കണ്ടത്. ബഹുമാനപ്പെട്ട അച്ഛൻ പറഞ്ഞതുപോലെ അൽമായ ദാരിദ്ര്യം അനുഭവിക്കുന്ന നേതൃത്വനിരയിലേക്ക് അൽമായർ കടന്നു വരുവാൻ ദാരിദ്ര്യം അനുഭവിക്കുന്ന ഒരു സഭയല്ല മലങ്കര ഓർത്തഡോക്സ് സഭ എന്ന് പറയുന്നത്. പക്ഷേ ഈ സഭയിൽ ഇത്രയും അധികം ആളുകൾ ഉണ്ടായിട്ടും ഒരു എതിരാളി വരാതിരുന്നതിന്റെ കാരണം ഇതാണ്, മറ്റൊന്നുമല്ല. നിന്നിട്ട് വലിയ കാര്യമൊന്നും ഇല്ല, അല്ലാതെ മറ്റൊന്നുമല്ല. അല്ലാതെ മത്സരിക്കാൻ ആളുകളില്ലാതിരുന്നിട്ടോ ആഗ്രഹമില്ലാതിരുന്നിട്ടോ ഒന്നുമല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കുന്നു, എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടതിന് തുല്യമാണ് ഈ തെരഞ്ഞെടുപ്പ് എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ എത്രയധികം ആളുകളാണ് വളരെ വലിയ ദർശനത്തോടെ പ്രിയപ്പെട്ട ജോയിച്ചാനെ പോലുള്ള ആളുകളെ സഭയുടെ നേതൃത്വത്തിലേക്ക് കൊണ്ടുവരുന്നത്. ഒരു വലിയ ബിസിനസ് സാമ്രാജ്യത്തിന്റെ ചുമതലയിൽ ഇരിക്കുമ്പോഴും സഭയ്ക്ക് വേണ്ടി, സഭയിലെ ആളുകൾക്ക് വേണ്ടി കണ്ടെത്തുന്ന സമയം, തന്റെ കഴിവ്, തന്റെ സമ്പത്ത്, ദൈവം നൽകിയിരിക്കുന്ന വിവിധ മേഖലകളിലുള്ള കഴിവുകളും സമ്പത്തും ധനവും എല്ലാം സഭയിലെ ജനങ്ങൾക്ക് വേണ്ടി, പാവപ്പെട്ടവർക്ക് വേണ്ടി വിനിയോഗിക്കുവാൻ ദൈവം കൊടുത്തിരിക്കുന്ന ഈ കഴിവ് സഭയെ മാത്രമല്ല, സഭയെ മറ്റുള്ളവരുടെ മുൻപിൽ നന്മയിലേക്ക് കൊണ്ടുവരുവാൻ കഴിയുന്ന ഒരു പ്രതീകമായി മാറ്റുവാൻ നമുക്ക് സാധിക്കും. അതുകൊണ്ട് അതിന് ദൈവം തമ്പുരാൻ കൂടുതൽ നന്മകൾ നൽകട്ടെ. അടുത്ത 5 വർഷക്കാലം കൂടുതൽ പദ്ധതികളിലൂടെ, കൂടുതൽ നന്മകളിലൂടെ തന്റെ കഴിവുകളെ, ദൈവം നൽകിയിട്ടുള്ള താലന്തുകളെ അർത്ഥവത്തായി ഉപയോഗിക്കുവാൻ, അനേകർക്ക് നന്മയ്ക്കായി പങ്കിട്ട് ജീവിക്കുവാൻ തക്കവണ്ണം ദൈവം തമ്പുരാൻ ഇടയാക്കട്ടെ. എല്ലാ മേഖലകളിലും ഉള്ള ആളുകളുടെ താല്പര്യവും സ്നേഹവും കരുതലും പ്രാർത്ഥനകളും ഉണ്ടാകും എന്നുള്ളതിന് സംശയമില്ല. ഈ കൂടിയിരിക്കുന്ന ഒരു ചെറിയ സദസ്സ് ഒരുപാട് വലിയ ആളുകളുടെ ഒരു ചെറിയ പരിച്ഛേദമാണ്, അല്ലെങ്കിൽ അവരുടെ പ്രതിനിധികളാണ്. ഇതിന് പിറകിൽ ഒരുപാട് പ്രാർത്ഥനകളുണ്ട്, ഒരുപാട് അധ്വാനങ്ങളുണ്ട്, ഒരുപാട് ജീവിത അനുഭവങ്ങളുണ്ട്. താൻ തളർന്നു പോകേണ്ട സമയങ്ങളിൽ പോലും ദൈവം പിടിച്ചു നിർത്തി ഉയർത്തെഴുന്നേൽപ്പിച്ച ഒരു ദൈവിക ശക്തി അദ്ദേഹത്തിന് പിന്നിലുണ്ട്. ഒരുപാട് ദുരന്തങ്ങൾ, ഒരുപാട് വേദനകൾ ഒക്കെ അനുഭവിക്കുമ്പോഴും ദൈവത്തെ മുറുകെ പിടിച്ച് ജീവിക്കുവാനുള്ള ശക്തി ഞങ്ങളുടെ പിതാക്കന്മാർ കാണിച്ചു കൊടുത്ത ജീവിത മാതൃക, അതൊക്കെയായിരുന്നു മുതൽക്കൂട്ട്. സഭയുടെ ഒന്നാകെയുള്ള പ്രാർത്ഥന, ഒന്നാകെയുള്ള കരുതൽ, ഒന്നാകെയുള്ള ഒരു വലിയ പ്രതീക്ഷ, അതെല്ലാം വീണ്ടും ശ്രീ എം ജി ജോർജ് മുത്തൂറ്റിൽ അർപ്പിച്ചിരിക്കുന്നു സഭ. ദൈവം കൂടുതൽ നന്മകൾ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈ സഭയെ മേൽക്കുമേൽ ഉയർത്തുവാൻ തക്കവണ്ണം ദൈവം കൂടുതൽ കഴിവ് കൊടുത്ത് ഉപയോഗിക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ നന്മകളും, എല്ലാ പ്രാർത്ഥനകളും
എല്ലാ ആശംസകളും രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ട്രസ്റ്റി ശ്രീ എം ജി ജോർജ് മുത്തൂറ്റ് അവറുകൾ, ഞങ്ങളുടെ ഹോസ്പിറ്റലിൻ്റെ ഒക്കെ മാനേജിംഗ് ഡയറക്ടറായിരിക്കുന്ന പത്സമാമ, വന്നിരിക്കുന്ന ബാങ്ക് ഉദ്യോഗസ്ഥർ, ചുമതലക്കാർ, പ്രിയപ്പെട്ട ജോയി ചാച്ചന് വേണ്ടി ഈ അസോസിയേഷൻ അത് അനുഗ്രഹീതമായി അതിൻ്റെ വിജയത്തിന് വേണ്ടി, ഉന്നതമായ വിജയം അദ്ദേഹത്തിന് നേടിക്കൊടുക്കുവാൻ വേണ്ടി പ്രവർത്തിച്ച എല്ലാ പ്രിയപ്പെട്ടവരുടെയും 5 വർഷം മുമ്പ് മലങ്കര സുറിയാനി ക്രിസ്ത്യാനി അസോസിയേഷൻ പരുമല വെച്ച് നടക്കുമ്പോൾ ശ്രീ എം ജി ജോർജ് മുത്തൂറ്റും മുത്തൂറ്റ് കുടുംബത്തിലെ തന്നെ പ്രിയപ്പെട്ട റോയി എം മാത്യു അവറുകളും മത്സരത്തിനുണ്ടായിരുന്നു. അന്ന് ശക്തമായ ഒരു പോരാട്ടമാണ് നടന്നത്. അന്ന് ഒരുപാട് അധ്വാനം നടത്തേണ്ടതായി വന്നു. ആ പ്രവർത്തന മേഖലയിൽ അന്നുണ്ടായിരുന്ന എല്ലാവർക്കും അത് ബോധ്യമുള്ളതാണ്. എന്നാൽ ഈ പ്രാവശ്യം നമ്മൾ പണിയെടുത്തോ എന്ന് ചോദിച്ചാൽ വലിയ പ്രയാസമൊന്നും കൂടാതെ, ഞാൻ ഒരു ടേബിളിൽ കൗണ്ടിങ് ഏജൻ്റായിട്ടിരുന്നു. എൻ്റെ ടേബിളിൽ ഏതാണ്ട് 98% വോട്ട് പ്രിയപ്പെട്ട ജോയി ചാച്ചനാണ് കിട്ടിയത്. അപ്പം അങ്ങനെ ഒരു വലിയൊരു മത്സരം, ഒരു ടൈറ്റായ ഒരു മത്സരം ഈ പ്രാവശ്യം ഉണ്ടായില്ല. എന്നാലും നമ്മളൊക്കെയും ജാഗരൂകരായിരുന്നു. അദ്ദേഹത്തെ സഭയ്ക്ക് ആവശ്യമായിരുന്നതുകൊണ്ട് പരിശുദ്ധ കാതോലിക്ക ബാബ തിരുമേനിമാർ 2 പേരും, പ്രത്യേകിച്ച് വലിയ ബാബ തിരുമേനി അദ്ദേഹത്തിൻ്റെ കണ്ണിലെ കൃഷ്ണമണി പോലെ അൽമായ ട്രസ്റ്റിയെ കാത്തു സൂക്ഷിക്കുകയും സ്നേഹിക്കുകയും കരുതുകയും അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനയും വാക്കുകളും ഒക്കെ ഒത്തിരി ആർജിച്ചിട്ടുള്ള ഒരു വ്യക്തി എന്ന നിലയിൽ അദ്ദേഹം ഇന്ന് സഭയ്ക്ക് അഭിവാജ്യമായ ഒരു ഘടകമായി തീർന്നിരിക്കുകയാണ്. അദ്ദേഹം പലപ്പോഴും പറയാറുള്ളത്, അല്ലെങ്കിൽ ഓർത്തഡോക്സ് സഭയുടെ 3700-ലധികം ഔട്ട്ലെറ്റ് യൂണിറ്റുകളാണ് നമ്മുടെ ബാങ്ക് ബ്രാഞ്ചുകൾ എന്ന് പറയാറുണ്ട്. ബാങ്ക് മാത്രമല്ല, എല്ലാ സ്ഥാപനങ്ങളും, ഹോസ്പിറ്റലായാലും മറ്റേത് സ്ഥാപനങ്ങളായാലും, മുത്തൂറ്റ് കുടുംബത്തിൻ്റെ ഏത് സ്ഥാപനവും നമ്മുടെ സഭയ്ക്ക് നമുക്ക് ഓരോരുത്തർക്കും അത്യധികം പ്രയോജനം ഭവിച്ചിട്ടുണ്ടെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. വളരെ ഭംഗിയായി 5 വർഷം അദ്ദേഹം അനുഗ്രഹീതമായി സഭയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചു. വലിയൊരു ബിസിനസ് സാമ്രാജ്യത്തിൻ്റെ മേധാവിയായിരിക്കുമ്പോഴും സമയവും സമ്പത്തും ആരോഗ്യവും ഒക്കെ സഭയ്ക്ക് വേണ്ടി നൽകിയത് കൊണ്ടാണ് വീണ്ടും ഒരു ആള് എതിര് നിൽക്കാനില്ലാതെ, അല്ലെങ്കിൽ ഓർത്തഡോക്സ് സുറിയാനി സഭയെ സംബന്ധിച്ച് അൽമായ നേതാക്കൾ ഇല്ലാത്ത ഒരു സഭയല്ല. ഒരുപാട് ധാരാളം അൽമായ നേതാക്കൾ, വാഗ്ദാനത്തിൻ്റെതായ നല്ല പ്രഗത്ഭരായ അൽമായ നേതാക്കളുടെ സഭയാണ്. എന്നാൽ ശ്രീ എം ജി ജോർജ് മുത്തൂറ്റ് വീണ്ടും അൽമായ ട്രസ്റ്റിയായി നിൽക്കുന്നു. അദ്ദേഹത്തെ സഭ ബാബാ തിരുമേനിമാര് ആവശ്യപ്പെട്ട് നിർത്തുന്നു എന്ന് മനസ്സിലാക്കിയപ്പോൾ ഒരൊറ്റ വ്യക്തി പോലും മുന്നോട്ട് വരുവാൻ തയ്യാറാവുകയോ അദ്ദേഹത്തിനെതിരെ നിൽക്കുകയോ ചെയ്തില്ല എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ വ്യക്തി പ്രഭാവത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഞാൻ അദ്ദേഹത്തെ വെച്ചുകൊണ്ട് പ്രത്യേകമായി പുകഴ്ത്തുവാൻ വേണ്ടി ഈ സമയം ഉപയോഗിക്കുന്നില്ല. സ്വജനപക്ഷപാതമില്ലാതെ മറ്റുള്ള അനേകർക്ക് വേണ്ടി സഭയിൽ ഏറ്റവും ഉന്നതമായ നിലയിലായിരിക്കുമ്പോൾ മറ്റ് സഭകളോടുള്ള സ്നേഹത്തിലും സഹവർത്തിത്വത്തിലും രാഷ്ട്രീയ മേഖലകളിലും സാമൂഹിക മേഖലകളിലും പരിശുദ്ധ സഭയ്ക്ക് ഉന്നതമായ വ്യക്തിത്വം നേടിയെടുക്കുവാൻ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം മൂലം സാധ്യമാകട്ടെ. ജഗദീശ്വരൻ അദ്ദേഹത്തിന് ദീർഘായുസ്സും ആരോഗ്യവും. അദ്ദേഹം ഈ പ്രാവശ്യം ജയിച്ചു വന്നപ്പോൾ എന്നോട് ആവശ്യപ്പെട്ടത് ഒരു കാര്യം മാത്രമേ ഞാൻ ആവശ്യപ്പെടുന്നുള്ളൂ, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. കാരണം സമയവും ആരോഗ്യവും ഒക്കെ ഈ സഭയ്ക്ക് വേണ്ടി ചിലവഴിക്കുവാൻ തക്കവണ്ണം അതിന് അച്ഛൻ്റെയും നിങ്ങൾ എല്ലാവരുടെയും പ്രാർത്ഥനയാണ് അദ്ദേഹം ആവശ്യപ്പെടുന്നത്. അദ്ദേഹത്തിന് എല്ലാ പ്രാർത്ഥനയും എല്ലാവിധമായ ആരാധനയും സമർപ്പിക്കുകയാണ്. ദൈവം ദീർഘായുസ്സ് നൽകി അനുഗ്രഹകരമായി നയിക്കട്ടെ. വരുന്ന 5 വർഷം സഭയ്ക്ക് വേണ്ടി സ്തുതിരൂപമായി സേവനം അനുഷ്ഠിക്കുവാൻ
ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ദൈവത്തോടു കൂടി ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ അനുഗ്രഹങ്ങളും പരിശുദ്ധ ഗീവർഗീസ് സാധാരണ മധ്യസ്ഥതയിലും പരിശുദ്ധനായ പരിമളത്തിന് വേണ്ട മധ്യസ്ഥതയിലും യാചിച്ചുകൊണ്ട് ഞാൻ അർപ്പിക്കുകയാണ്. ദൈവം നന്മയിൽ നയിക്കട്ടെ. നിങ്ങളെല്ലാവരോടും നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. ഞാൻ കൈപ്പട്ടൂർ സെന്റ് ഇഗ്നേഷ്യസ് ഓർത്തഡോക്സ് മഹായിടവകയുടെ വികാരിയാണ്. ഏതാണ്ട് 600 പേരോളം ഇന്ന് വോട്ട് ചെയ്യുവാൻ തക്കവണ്ണം ഒരുങ്ങിയിരിക്കുന്ന ഒരു പൊതുയോഗം 2 മണിക്ക് അവിടെ ആരംഭിക്കുന്നത് കൊണ്ട് എനിക്കുടനെ പോയേ പറ്റൂ. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ക്ഷമ ചോദിച്ചുകൊണ്ട് ക്ഷമാപണത്തോടുകൂടി ഞാൻ പിൻവാങ്ങുകയാണ്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഒരിക്കൽ കൂടി ജോയിച്ചാച്ചൻ എല്ലാ മംഗളങ്ങളും അനുഗ്രഹങ്ങളും നേരുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഇന്നത്തെ യോഗത്തിലെ സംബന്ധിക്കുന്ന എ പി അച്ഛൻ, ആരാധ്യനായ മുത്തൂറ്റ് ഫൈനാൻസിൻ്റെ ചെയർമാൻ സാർ ശ്രീ എം ജി ജോർജ് മുത്തൂറ്റ്, വേദിയിലിരിക്കുന്ന ഉപേക്ഷിച്ചിരിക്കുന്ന മറ്റ് വിശിഷ്ട വ്യക്തികളെ, സഹോദരി സഹോദരന്മാരെ, ഇത് 2ാമത്തെ സ്വീകരണത്തിലാണ് ഞാനിപ്പോൾ സംബന്ധിക്കുന്നത്. അർമാൻ ട്രസ്റ്റി ജയിച്ചു കഴിഞ്ഞ ഉടനെ തന്നെ മുത്തൂറ്റ് ഫൈനാൻസിൻ്റെ കോർപ്പറേറ്റ് ഓഫീസിൽ ഒരു സ്വീകരണം നൽകി. അതിൽ ഞാൻ സാറിനെ വെൽക്കം ചെയ്ത് പ്രസംഗിച്ചു. അതിൽ പ്രസംഗിച്ചവരെല്ലാവരും പറഞ്ഞൊരു കാര്യം, ദൈവത്തിൻ്റെ അംശം നമ്മുടെ അൽമാൻ ട്രസ്റ്റിൽ ഉണ്ടെന്നുള്ളതാണ്. ദൈവത്തിൻ്റെ അംശം ഉൾക്കൊള്ളുന്ന ഒരു വ്യക്തിയാണ് നമുക്ക് അൽമാൻ ട്രസ്റ്റിയായിട്ട് ലഭിച്ചിരിക്കുന്നത്. കഴിഞ്ഞ 5 കൊല്ലം മുമ്പ് തെരഞ്ഞെടുപ്പിൽ ഞാൻ ഒരു 3 മാസം വർക്ക് ചെയ്തു. അത് അറിയാൻ പാടില്ലായിരുന്നു. പല കാര്യങ്ങളും പഠിച്ചത് സാറിൻ്റെ കയ്യിൽ നിന്ന്. ഈ കഴിഞ്ഞ പ്രാവശ്യം ജയിക്കാൻ വേണ്ടിയുള്ള ഒരു വർക്കാണ് നടത്തിയത്. ഇപ്രാവശ്യം ഭൂരിപക്ഷം കൂട്ടാൻ വേണ്ടിയാണ് ഒരു വർക്ക് ചെയ്തത്. അത്രയ്ക്ക് വളരെ ഷുവറായിട്ട് ചെയ്യുമെന്ന് നമുക്ക് അറിയായിരുന്നു. അതുകൊണ്ട് വർക്ക് വളരെ ലളിതമായിരുന്നു. എല്ലാം ഭംഗിയായിട്ട് പ്രകാശിച്ചു. ദൈവത്തിൻ്റെ അനുഗ്രഹം വളരെ ഉണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് 2 ബാബാ തിരുമേനി 2ാമത് നോക്കണമെന്ന് ആവശ്യപ്പെട്ടതിൻ്റെ രഹസ്യം എനിക്കറിയാവുന്ന ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്നാമത് വളരെ ദൈവഭക്തിയാണ്, ആത്മാർത്ഥമായ ദൈവഭക്തിയാണ് നമ്മുടെ ആത്മാ ട്രസ്റ്റിക്കുള്ളത്. നിഷ്കളങ്കമായ ദൈവഭക്തിയാണ്. സഭയോടുള്ള ഭയങ്കര ഭക്തി. നമുക്ക് ആത്മായ നേതൃത്വം ധാരാളം ഉണ്ടെന്ന് പറഞ്ഞെങ്കിലും അവരെയൊക്കെ യോജിപ്പിച്ച് കൊണ്ടുപോയത് നമ്മുടെ ആത്മാ ട്രസ്റ്റിയാണ്. അതാണ് വിജയം. അതുകൊണ്ടാണ് ദേവലോകത്ത് ഒത്തിരി പരിഷ്കാരങ്ങളുണ്ടായി. എനിക്ക് തോന്നുന്നത് ഇവിടെ ഏറ്റവും കൂടുതൽ പ്രായമുള്ളത് 10 കഴിഞ്ഞാൽ ഞാനാണെന്ന് തോന്നുന്നത്. എനിക്ക് 77 വയസ്സായി. അപ്പോൾ ദേവലോകത്തെ കാര്യങ്ങളൊക്കെ എനിക്കറിയാം. ഞാൻ കോട്ടയത്താണ് വീട്. അപ്പോൾ അവിടെ ഒരു ചിട്ടിയോടുകൂടിയുള്ള ഭരണ ഇല്ലായിരുന്നു. ബാബാതിരുമേനി ഇരിക്കുന്ന റൂം തന്നെ കണ്ടാൽ അറിയായിരുന്നു. പക്ഷെ ആ റൂമെല്ലാം പരിഷ്കരിച്ച് ഇന്നത്തെ മോഡേണൈസ് ചെയ്തത് നമ്മുടെ സാറിൻ്റെ ആ ഒരു കഴിവാണ്. അപ്പോൾ അത് മോഡേണൈസ് ചെയ്തു. ഇപ്പം കണ്ടു കഴിഞ്ഞാൽ അറിയാവുന്നത് ചെറിയ കാരണം. പക്ഷെ അത് നേരത്തെ ആരും ശ്രദ്ധിച്ചിട്ടില്ല, ആരും നോക്കിയിട്ട് പോലും ഇല്ല. അതുപോലെ അവിടെ റിസപ്ഷൻ ഇല്ലായിരുന്നു. ആര് വന്നാലും ഒന്നും അറിയത്തില്ല. എന്തിനാ വന്നപ്പോലും ചോദിക്കത്തില്ല. കള്ളന്മാർ കാര്യം അറിയത്തില്ല. അവിടെ റിസപ്ഷൻ ഉണ്ടാക്കി, അവിടെ ആളെ ഇരുത്തി, ടെലിഫോൺ ചെയ്യേണ്ട രീതികളൊക്കെ പഠിപ്പിച്ചു. വേറെ സഭയിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ സ്വീകരിക്കേണ്ട രീതികൾ എങ്ങനെയാണെന്ന് മനസ്സിലാക്കി കൊടുത്തു. അങ്ങനെ ഒരു ചിട്ടി ഉണ്ടാക്കി അവിടെ. ആ റിസപ്ഷൻ ഇപ്പോൾ വളരെ ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്. ഇപ്പോൾ ആര് വന്നാലും റിസീവ് ചെയ്യാൻ അവിടെ ആളുണ്ട്. മറ്റേ ആരുമില്ലായിരുന്നു. ആർക്കും വെള്ളം കയറി പോയത്. ഇപ്പോൾ അതൊന്നുമില്ല. റിസപ്ഷനൊക്കെ ഒരു ചിട്ടി കൂടെ കിട്ടിയതാണ്. ഒരു സെക്രട്ടേറിയറ്റ് ഇല്ലായിരുന്നു. ഇപ്പോൾ ഒരു സെക്രട്ടേറിയറ്റ് അതിന് കെട്ടിടം ഉണ്ടായി. അത് മിക്കവാറും ഉടനെ തന്നെ ഉദ്ഘാടനം ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞാൽ ഒരു കംപ്ലീറ്റ് സെക്രട്ടേറിയറ്റ് വരുന്നുണ്ട്. അതൊക്കെ സാറിൻ്റെ കാലത്ത് വന്ന പരിഷ്കാരങ്ങളാണ്. കാതോലിക്ക ദിനപരിവ് സാർ വരുമ്പോൾ 95 lakhs മറ്റായിരുന്നു. അപ്പോൾ അത് 4 കോടി 5 കോടിയാകാൻ പോകണം. സാറ് പറഞ്ഞു നടക്കുകയില്ലെന്ന് പറഞ്ഞു കേട്ടോ. അത് നടക്കത്തില്ലെന്ന് പറഞ്ഞു. പക്ഷെ അത് നടത്തി കാണിച്ചു കൊടുത്തു. അതിനുള്ള ഓർഗനൈസ് ചെയ്തു. എല്ലാ മീറ്റിങ്ങിലും പോയി. നമ്മുടെ കവർ കൊടുക്കുമ്പോഴും പോകുന്നുണ്ട്, അന്നേരം പ്രസംഗിക്കുന്നുണ്ട്. കവർ വാങ്ങിക്കാൻ പോകുമ്പോൾ സാർ പോയി പ്രസംഗിക്കുന്നുണ്ട്. അപ്പോൾ പറഞ്ഞു, നിങ്ങൾ കൊടുക്കുന്നത് 200 രൂപ നമ്മളൊക്കെ മാറ്റണം. നമുക്ക് ഒരു ദിവസത്തെ വരവ് കൊടുത്താൽ മതി, 5 കോടി 10 കോടിയാകും. അങ്ങനെ പറഞ്ഞ് ഇപ്പം തിരുവേലിമാർക്ക് മനസ്സിലായി നമുക്ക് വിചാരിച്ചാൽ കിട്ടുമെന്നുള്ള മനസ്സിലായി. ഇത്തോടെ നമ്മൾ 5 കോടിയാണ് വെച്ചിരിക്കുന്നത്. 20 കോടിയാകും.
അത് മുത്തൂറ്റ് ഫാമിലി തന്നെ ഏതാണ്ട് 1 കോടിയോളം കൊടുത്തു ഞാൻ അറിയുന്നത്. ആ മുത്തൂറ്റ് ഫാമിലി എല്ലാം ചേർത്ത് 1 കോടി കൊടുത്തിട്ടുണ്ട്. അത് കാണിച്ചു കൊടുത്തു, അല്ലാതെ പറയുകയല്ലേ ചെയ്തത്, അത് കൊടുത്ത് കാണിക്കുകയാണ് ചെയ്തത്. അതുപോലെ തന്നെ അച്ഛന്മാർക്ക് വേണ്ടിയുള്ള വെൽഫെയർ, ഇതൊക്കെ സാറിന്റെ ഒരു സ്വപ്നമായിരുന്നു. അത് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അച്ഛന്മാർക്കെല്ലാം വെൽഫെയർ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പല കാര്യങ്ങളിലും പല പരിഷ്കാരങ്ങളും ഈ ഒരു 5 കൊല്ലത്തിൽ ചെയ്തു തീർത്തില്ല, തുടങ്ങിയിട്ടുണ്ട്. പല കാര്യം ചെയ്തു തീർത്തിട്ടുണ്ട്, ഇനിയും ചെയ്യാനുണ്ട്. ഇതുപോലുള്ള പല കാര്യങ്ങളും ചെയ്യാനുണ്ട്. അതിനാണ് ആദ്യം പറഞ്ഞത്, പൈസയുള്ളവർക്ക് മനസ്സില്ല, മനസ്സുള്ളവർക്ക് പൈസയില്ല, രണ്ടുമുള്ളത് ജോയിക്കല്ലേ എന്ന് പറഞ്ഞത് ശരിയാണ്, കറക്റ്റാണ്. അപ്പോൾ ആ ഒരു കാര്യമാണ് പ്രത്യേകമായിട്ട് എനിക്ക് പറയാനുള്ളത് ഈ സമയത്ത്. അതുപോലെ സാറിൻ്റെ ഏറ്റവും വലിയ ഇന്ത്യയിലെ തന്നെ ലോകത്തിലെ തന്നെ വലിയൊരു സ്ഥാപനമാണ് മുത്തൂറ്റ് ഗ്രൂപ്പ് എന്ന് പറയുന്നത്, മുത്തൂറ്റ് ഫൈനാൻസ് എന്ന് പറയുന്നത്. അതിനെ ചെലവഴിച്ച സമയത്ത് കൂടുതലായിട്ട് ചെലവഴിച്ചത് സഭയ്ക്ക് വേണ്ടിയാണ് സാർ ചെയ്തത്. അതുകൊണ്ട് ഒരു നഷ്ടം ഉണ്ടായിട്ടില്ല. ഈ 5 കൊല്ലം കൊണ്ട് സ്ഥാപനം 5 മടങ്ങ് 20 മടങ്ങ് വളർന്നിട്ടുണ്ട്. സഭയും അതുപോലെ തന്നെ വളർന്നിട്ടുണ്ട്. ഇതെല്ലാം കാണിക്കുന്നത് സഭയോടുള്ള സ്നേഹമാണ്. ആദ്യമായിട്ട് ദൈവം സഭയാണ് സാർ പറഞ്ഞു കഴിഞ്ഞു. അത് കഴിഞ്ഞുള്ളൂ മുത്തൂറ്റ് ഫൈനാൻസ്. അപ്പം മുത്തൂറ്റ് ഫൈനാൻസ് യാതൊരു നഷ്ടം ഉണ്ടായിട്ടില്ല, വളരെ പുരോഗമിച്ചു. നിങ്ങൾക്കറിയാം, ലോകത്തിലെ 50ാമത്തെ, നിങ്ങൾ അതൊക്കെ വായിച്ചു, ഞാൻ അതിനെക്കുറിച്ച് പറയുന്നില്ല. പിന്നെ വേറൊരു കാര്യം ചെയ്തത്, നമ്മുടെ പുതിയ ഭദ്രാസനങ്ങൾ തുടങ്ങിയപ്പോൾ പല ഭദ്രാസനങ്ങളും സാറിന് കൊടുക്കാൻ ഇല്ല, ചെലവിനില്ല. ഞാനത് അത് ഈടെയാണ് ഒരു അച്ഛൻ പറഞ്ഞപ്പോഴാണത്. 7, 8, 10 ഭദ്രാസനത്തിന് 12 ഭദ്രാസനത്തിന് അവർക്ക് ബാലൻസ് പേയ്മെന്റ് വരുമ്പോൾ കുറവ് വരുമ്പോൾ ആ തുക നിർത്തിക്കൊണ്ടിരുന്നത് നമ്മുടെ സാറായിരുന്നു. ഇപ്പോഴാണ് ഞാൻ വരുന്നത്. ഒരു അച്ഛൻ പറഞ്ഞപ്പോഴാണ് ഞാൻ അറിഞ്ഞത്. സാറ് ഞങ്ങളാരും പറഞ്ഞിട്ടില്ല, ചെയ്ത കാര്യങ്ങളൊന്നും പറയത്തില്ല. ഇതൊക്കെ ഞാൻ അറിഞ്ഞ അതിന് ദേവലോകത്ത് ചെല്ലുമ്പോൾ അറിയുന്നത്. അപ്പൊ ഭദ്രാസനങ്ങളുടെ നഷ്ടം അത് വരാതിരിക്കത്തെ കൊണ്ടുള്ള എമൗണ്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നതും നമ്മുടെ ഈ ആത്മായ ട്രസ്റ്റിയാണ്. ഞാൻ അധികം ദീർഘിപ്പിക്കുന്നില്ല. ഏറ്റവും പ്രധാനമായിട്ട് അതുപോലെ ചാരിറ്റി എന്ന് പറയുന്നത് മുത്തൂറ്റ് ഫൈനാൻസ് ആണ് ഏറ്റവും കൂടുതൽ ചാരിറ്റി കൊടുക്കുന്നത്. അത് വിവാഹത്തിന് കൊടുക്കുന്നുണ്ട്, പാവപ്പെട്ട കുട്ടികളുടെ വിവാഹത്തിന് കൊടുക്കുന്നുണ്ട്, പാവപ്പെട്ടവരുടെ ഹോസ്പിറ്റൽ ചാർജിന് കൊടുക്കുന്നുണ്ട്, ഹോസ്പിറ്റൽ എക്സ്പെൻസ് കൊടുക്കുന്നുണ്ട്, അവരുടെ എഡ്യൂക്കേഷന് കൊടുക്കുന്നുണ്ട്, പിന്നെ വേറെ പല കാര്യത്തിനും കൊടുക്കുന്നുണ്ട്. പള്ളികൾക്കൊക്കെ ധാരാളം, എനിക്ക് ആ ലിസ്റ്റൊക്കെ എന്തെങ്കിലും ഉണ്ടല്ലോ, ഞാൻ വായിക്കുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ എല്ലാ വിധത്തിലും സഭയ്ക്കും നാട്ടുകാർക്കും ഇവിടെ ഹോസ്പിറ്റലിലും എല്ലാ വിധത്തിലും സാറിൻ്റെ സേവനം അങ്ങേയറ്റം പ്രശംസനീയമായതുകൊണ്ടാണ് രണ്ടാമതും ഏതാണ്ട് ഇതില്ലായിരുന്നു കഴിച്ചത്. വലിയ ഇതിലൊന്നും ഇല്ലായിരുന്നു. നമുക്ക് ജയിക്കുന്നത് ഞാൻ വിളിച്ചവരെല്ലാം പറഞ്ഞു, എന്തിനാണ് വിളിക്കുന്നത് സാറേ ചോദിച്ചു. എന്തിനാണ് വിളിക്കുന്നത്? ഞങ്ങളെല്ലാം തീരുമാനിച്ചു കഴിഞ്ഞു. അത് ഞങ്ങൾ മുത്തൂറ്റ് MG ജോർജ് സാറിന് അദ്ദേഹം കൊടുത്തു. അങ്ങനെ 100% തൃപ്തിയോടുകൂടി വോട്ട് ചെയ്ത ഒരു മഹാ വ്യക്തിയാണ് നമ്മൾക്ക് അഡ്വൈസ് ട്രസ്റ്റ് ആയിട്ട് ചെയ്യുന്നത്. അദ്ദേഹത്തിന് ഈ 5 കൊല്ലം കൂടി സഭയെ ഭരിക്കുന്നതിന് ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ സംഭരിക്കുന്നത്. നമസ്കാരം. ഞങ്ങളുടെ എല്ലാമായ മുത്തൂറ്റ് ഫിനാൻസിൻ്റെ 25,000 ജീവനക്കാരുടെ പ്രാർത്ഥന ഞാൻ നൽകുന്നതിന് ആണ് ഇവിടെ ചെയർമാൻ സാറിൻ്റെ ഇവിടെ ഇതിനാണ് പങ്കെടുക്കുന്നത്. മീറ്റിങ്ങിൽ ഉപവിഷ്ടയായിരിക്കുന്ന എല്ലാവരുമേ, പ്രസംഗത്തിനല്ല ഞാനിവിടെ വന്നത്. ചെയർമാൻ സാറ് ആദ്യമേ പറഞ്ഞു, ഇത് ഞാൻ വിളിച്ചു കൂട്ടിയ മീറ്റിംഗാണ്, എന്തിനാലും വിളിച്ചു കൂട്ടിയ മീറ്റിംഗ്, ഏറ്റവും ധൃതിയായിട്ട് വിളിച്ചൊരു മീറ്റിംഗാണ്. ഇന്നലെ ഉച്ച കഴിഞ്ഞിട്ട് ചെയർമാൻ സാർ എന്നെ വിളിച്ചു. നമ്മൾ ഇലക്ഷന് വേണ്ടി നമ്മൾ പ്രവർത്തിച്ചിട്ടുള്ള 3 റീജിയനിലെ നമ്മുടെ സ്റ്റാഫ് അംഗങ്ങളെ ഒന്ന് കാണണം, 1 മണിക്ക് ഇവിടെ വരണം. അതനുസരിച്ചിട്ട് ഞാൻ എല്ലാ 3 റീജിയനിലുള്ള സ്റ്റാഫിനെയൊക്കെ അറിയിച്ചു. പക്ഷേ ഓർത്തഡോക്സ് വിഭാഗത്തിലുള്ളവർക്കൊക്കെ തന്നെ ഇന്ന് പള്ളികളിലൊക്കെ പ്രധാന ഇലക്ഷനും മറ്റുള്ള നടന്നുകൊണ്ടിരിക്കുന്നത് കൂടുതൽ ആളുകളോട് വരുന്നതിന് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. വന്നിട്ടുള്ളവരും ചിലർ 10:30 ശേഷം കുർബാനയൊക്കെ കഴിഞ്ഞിട്ടൊക്കെയാണ്. ഇതുവരെ
കൂടുതലായിട്ട് ഞാൻ സംസാരിക്കാനൊന്നും ഉദ്ദേശിക്കുന്നില്ല. സ്വതന്ത്ര ഇന്ത്യയിൽ ധാരാളം എലക്ഷൻസ് നടന്നിട്ടുണ്ട്. എലക്ഷൻ കമ്മീഷണർമാരും ധാരാളം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ TN ശേഷൻ ഇലക്ഷൻ കമ്മീഷണറായിട്ട് വന്നതിന് ശേഷമാണ് ആ സ്ഥാനത്തെ പറ്റിയുള്ള അവബോധം ഇന്ത്യയിലെ ജനങ്ങൾക്കുണ്ടായത്. അതുപോലെ ഓർത്തഡോക്സ് സഭ 1960 ഉണ്ടായി. ആ ഓർത്തഡോക്സ് സഭയിൽ ധാരാളം ആത്മീയ ട്രസ്റ്റിമാരും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ MG ജോർജ് മുത്തൂറ്റ് സാറ് ട്രസ്റ്റി സ്ഥാനം ഏറ്റെടുത്തതിന് ശേഷമാണ് ഓർത്തഡോക്സ് സഭയിലെ ട്രസ്റ്റിയുടെ പ്രവർത്തന ചാതുര്യം സഭാവിശ്വാസികൾക്കും അതോടൊപ്പം തന്നെ ലോകത്തിനും അറിയത്തക്ക രൂപത്തിലായി. ട്രസ്റ്റി എന്നുള്ള രൂപത്തില് ആരും തന്നെ അത് ഗണിച്ചിരുന്നില്ല. എൻ്റെ ഒരു കസിൻ സിസ്റ്ററിൻ്റെ ഭർത്താവ് EJ ജോസഫ് ട്രസ്റ്റിയായിട്ട് വളരെ കാലം 10-40 കൊല്ലമായിരുന്നു. അപ്പം ആ സ്ഥാനത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരവബോധം അന്ന് അവർക്കാർക്കും ഇല്ലായിരുന്നു. പക്ഷേ ശ്രീ MG ജോർജ് മുത്തൂറ്റ് ട്രസ്റ്റി സ്ഥാനം ഏറ്റെടുത്തതിന് ശേഷമാണ് ട്രസ്റ്റിയുടെ മാഹാത്മ്യം ലോകം അറിയുന്നത്, ഓർത്തഡോക്സ് സഭ അറിയുന്നത്. ആ സഭയിലെ ധാരാളമായ നേട്ടങ്ങൾ വരുത്തുന്നതിന് ഈ 5 കൊല്ലക്കാലം സാധിച്ചു. വീണ്ടും തുടങ്ങി വെച്ച പലതും തീർക്കാനുണ്ട്. കഴിഞ്ഞ മദ്രാസിൽ വെച്ചൊരു കല്യാണം ഉറപ്പിന് വന്നപ്പോൾ അദ്ദേഹം ഒരാളുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് എന്നെ വിളിച്ചത്. ഞാനും അവിടെ കുറച്ച് നേരം ശ്രദ്ധിച്ചോണ്ട് അദ്ദേഹത്തോട് പറഞ്ഞു, ഞാൻ ഇനിയും ട്രസ്റ്റ് സ്ഥാനത്തിൽ നിൽക്കുന്നില്ല, ഞാൻ പിന്മാറുക. അദ്ദേഹം നിർബന്ധമായിട്ട് പറഞ്ഞ, പക്ഷെ ജോയിൻ നിങ്ങൾ മാറുന്നില്ല, ഈ സഭയെ രക്ഷിക്കുന്നതിന് വേണ്ടി പലതും നിങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ട്, പൂർത്തീകരിച്ചിട്ട് നിങ്ങൾ പോകാൻ. അപ്പൊ ചേമ സാർ എൻ്റെ കണ്ണിൽ നിന്ന് നോക്കി. അപ്പൊ അദ്ദേഹത്തിന് ട്രസ്റ്റിയായിട്ട് നിൽക്കുന്നുള്ള താല്പര്യമില്ല. 2 ബാബാതിരുമേനിമാരും നിർബന്ധിച്ചു, പലരും നിർബന്ധിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ നിർബന്ധത്തിന് വഴങ്ങി കൂടുന്നത്. പക്ഷെ അതിന് മുതൽക്കൂട്ട് ഓർത്തഡോക്സ് സഭയ്ക്കാണ് ഉണ്ടായത്. ഗ്ലോബലായിട്ട് ഈ സഭയെ ഗ്ലോബലൈസ് ചെയ്യുന്നതിന്, നമ്മുടെ പ്രവർത്തനങ്ങളെ ആഗോളതലത്തിൽ എത്തിക്കുന്നതിന് വേണ്ടി നമ്മുടെ ചേമസ് ചെയ്തിട്ടുള്ള സേവനങ്ങളെ സംബന്ധിച്ചിടത്തോളം അമൂല്യമാണ് എന്നുള്ളതാണ് ഞാൻ കാണുന്നത്. ഞാൻ ഇങ്ങനെ പള്ളിയിൽ നിന്ന് കുർബാന കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴേക്കും ഒരാളെ എന്നെ കണ്ടു, ബിനോയ്. ഞാൻ എവിടെ പോയി, ഞാൻ എൻ്റെ ചെയർമാൻസിൻ്റെ ഫോൺ എനിക്ക് കൊണ്ടുവന്നു. ഞാൻ പറഞ്ഞു തരാം, ഇപ്പം വിളിക്കുന്നത്, ഇപ്പോഴൊരു മീറ്റിങ്ങിൽ അവിടെ നടന്നോട്ടെ, അത് കഴിഞ്ഞിട്ട് വിളിക്കാം മിസ്റ്റർ ബിനോയ്. കാരണം ഒരു കഴിഞ്ഞ കൊല്ലം 2 ദിവസക്കാലം ബിനോയുടെ വീട് തൊട്ടടുത്ത് ചെയർമാൻ സാറും CGM സാറും പോയി താമസിച്ച് വളരെയേറെ ബന്ധം പുലർത്തി എനിക്ക് ഇന്നിപ്പം തന്നെ കൺഗ്രാജുലേറ്റ് ചെയ്യണം എന്നുള്ളൊരു ഇത്. അപ്പം എവിടെയൊക്കെ കുവൈറ്റിന് ഇന്നലെ വന്ന ഒരു വ്യക്തി, അപ്പം പള്ളി വെച്ച് യാദൃച്ഛ്യമായിട്ട് കണ്ടപ്പോൾ പറഞ്ഞതാണ്. ആഗോളതലത്തിലെ നമ്മുടെ സഭയെ സംബന്ധിച്ചിടത്തോളം കൂടുതലായി നേട്ടങ്ങൾ കൈവരിക്കുന്നതിന് സാറിന് സാധിച്ചു എന്നുള്ളതാണ്. ആ സാധിച്ചത് ഈശ്വരൻ നൽകിയൊരു വരദാനമാണ്, യാദൃച്ഛികമായിട്ടുള്ളത്. ചെമസാൻ്റെ ഇലക്ഷനൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ കൂടെ ഇരുന്നവരോട് പറഞ്ഞു, ഇല്ല, ഇവിടെ മാക്കാത്തുനിന്ന് വിട്ടാൻ പോരാ, എനിക്ക് വീട്ടിൽ ചെന്ന് അദ്ദേഹത്തെ അവിടെ കൊണ്ടാക്കിയിട്ട് വേണം പോകണം. അവരും സന്തോഷത്തോടെ കൊണ്ടുവന്നു. പള്ളിയിൽ ചെന്നു. പള്ളിയിൽ അതിൻ്റെ മധുവായുടെ അവിടെ ചെല്ലുമ്പോൾ ആ തെക്കുവശത്ത് മുത്തി, അവിടെ എല്ലാം ത്രോൺ ഹൗസിലെല്ലാം മുത്തി. അത് കഴിഞ്ഞിട്ട് 3 ത്രോൺ ഹൗസ് മുത്തി കഴിഞ്ഞതിന് ശേഷമാണ് സത്യം വരുന്നത്. അത് മനുഷ്യരെ കാണിക്കാനുള്ളതല്ല, അതിൻ്റെ ആത്മചൈതന്യമാണ്. ഒരു പ്രാർത്ഥന അല്ലെങ്കിൽ മനുഷ്യരെ കാണിക്കാനല്ല. 20 കൊല്ലത്തിന് മുൻപ് ഞാൻ ഡൽഹിയിൽ ഞങ്ങളുടെ 4 മാനേജർമാരുമായിട്ട് ഒരു പ്രൈവറ്റ് ചെമസൻ എന്നെ വിളിച്ച്, നിങ്ങൾ എവിടെയാണ്? ഞങ്ങൾ ഇവിടെ ഉണ്ട്, ഇന്ന് എൻ്റെ കൂടെ പട്ടണത്തിൽ വന്നു, വരാമല്ലോ എന്ന് പറഞ്ഞു. എവിടെയാണ് താമസിക്കുന്നത്? ഇന്ന ഹോട്ടലിലാണ്. അപ്പോൾ ഡ്രൈവറ് കൂട്ടുകാണെങ്കിൽ ആ 5 പേർക്ക് ഇരിക്കാനുണ്ട്. ഡ്രൈവർ പറഞ്ഞ് ഞാൻ തന്നെ ഓടിച്ചു. ഞങ്ങൾ 4 പേര്
അത് കഴിഞ്ഞ് ഡൽഹി മുഴുവനും ഞങ്ങളെ കൊണ്ട് കാണിച്ചതിന് ശേഷം വീട്ടിൽ ചെന്ന് 7 മണിക്ക് നമുക്ക് ഭക്ഷണം കഴിക്കാൻ പ്രാർത്ഥിക്കാൻ അവിടെ പ്രാർത്ഥിക്കാൻ അദ്ദേഹം എഴുന്നേറ്റപ്പോഴത്തേക്കിന് 3 മക്കളും ഭാര്യയും എല്ലാമായിട്ട് തൊഴുതുകൊണ്ട് അവിടെ ഇരിക്കും. അപ്പം മനുഷ്യരെ കാണിക്കാൻ തുടങ്ങാൻ ആ കൗമ പ്രാർത്ഥന മുഴുവനായിട്ട് പ്രാർത്ഥിച്ചതിന് ശേഷമാണ് എൻ്റെ കൂടെ വന്ന 2 മർത്തവങ്ങളുണ്ട്, അവരോട് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. അവരുടെ പ്രാർത്ഥനയും നടത്തി. അപ്പം അങ്ങനെ മനുഷ്യരെ കാണിക്കാനുള്ളത് ഉദാത്തമായ ഈശ്വര വിശ്വാസം ഉള്ള ഒരു വ്യക്തിയെ ഞാൻ കാണുന്നത് ചെയർമാൻ സാറിനെ. അത് ഈ സ്ഥാപനത്തിൻ്റെ വളർച്ച ഇതെല്ലാം തന്നെ ഉദാത്തമായ ഈശ്വര വിശ്വാസം ഈശ്വരിൽ അർപ്പിച്ചതുകൊണ്ടാണ് ഈ വിജയങ്ങളുടെ എല്ലാം നേടേണ്ടി വരുന്നത്. 1 മാസത്തിന് മുമ്പ് ഏലിയാസ് തിരുമേനി ഒരു 5 മണിക്ക് വെളുപ്പിന് നടക്കാതിരിക്കുമ്പോഴും അരവൻ്റെ അടുത്ത് എൻ്റെ വാതിക്കൽ വന്നു നോക്കി. ഞാൻ തുറന്നു നോക്കുന്നത് തിരുമേനിയാണ്. അപ്പം തിരുമേനി പറഞ്ഞു, സാറേ അതിശയോക്തിയല്ല, ഒരു പാവപ്പെട്ട ഇടവകയാണ്. 1-ാം തീയതി തോറും 50,000 രൂപ ഞാൻ ചോദിച്ചിട്ടുണ്ട്, എൻ്റെ കയ്യിൽ മിസ്റ്റർ ജോയി തരുന്നുണ്ട് എന്നുള്ളത്. അപ്പം അത് കഴിഞ്ഞിട്ട് അത് പറഞ്ഞത് ഇതാണ് യഥാർത്ഥ ഈശ്വര വിശ്വാസം. ഷോയി ചെയ്യേണ്ടത് പാവപ്പെട്ട ചില ഭദ്രാസനങ്ങളുണ്ട്, അവർക്ക് അച്ഛന്മാർക്ക് ശമ്പളം കൊടുക്കാനില്ല. അങ്ങനെയുള്ള 12 ഭദ്രാസനങ്ങൾക്ക് കൃത്യമായി 50,000 രൂപ 1-ാം തീയതി പോലും അവിടെ കൊടുക്കുക എന്ന് പറയുന്നത് മറ്റ് ഏത് ട്രസ്റ്റിമാരുണ്ട് കൊടുത്തിട്ടുണ്ട് എന്നുള്ളത്. അപ്പം അതുപോലെ തന്നെ കൊട്ടാരക്കര ആശയം എന്ന് പറയുന്ന കത്തോലിക്കരുടെ ഒരു ചാരിറ്റി ഫൗണ്ടേഷൻ. അപ്പം അത് ഇനോഗ്രേറ്റ് ചെയ്യുന്നത് ചെയർമാൻ സാർ വരണം. അവരുടെ സിസ്റ്റേഴ്സിൻ്റെ ആഗ്രഹം അത് വന്ന് ചെയർമാൻ സാർ അവിടെ ചെന്ന് ഇനോഗ്രേറ്റ്, അവരുടെ ബിഷപ്പ് എല്ലാം ഉണ്ട്. ആ റിപ്പോർട്ടിൽ വന്നിരിക്കുന്നത് ഇവിടെ 100 ചില്ലാനം സ്ത്രീകൾ, അപരകളായ സ്ത്രീകൾ ഇവിടെ ഉണ്ട്. പക്ഷെ ഞങ്ങൾക്ക് 1-ാം തീയതി പോലും ഡൽഹിയിൽ നിന്ന് ഞങ്ങൾക്ക് 1 മാസത്തേക്കുള്ള റേഷൻ്റെ സകലങ്ങളുണ്ട്. ഞങ്ങൾ പട്ടിണി കിടക്കേണ്ട കാര്യമില്ല എന്നുള്ളത് ഒരു കത്തോലിക്ക മിഷനിലെ ഒരു സിസ്റ്റർ അവരുടെ റിപ്പോർട്ടിൽ പഠിക്കണമെങ്കിൽ അത് ഞങ്ങൾ ആരും അറിയുന്നില്ല. പക്ഷെ ആ റിപ്പോർട്ട് വന്നപ്പോഴാണ് ഇത് അറിയുന്നത്. ഇങ്ങനെ സംഗതി ഇങ്ങനെ ധാരാളം ചാരിറ്റി ഫൗണ്ടേഷൻ അദ്ദേഹത്തിന് സ്വന്തമായിട്ട് കൊടുക്കുന്നുണ്ടെന്ന് ആരും അറിയുന്നില്ല. കാരണം വലത്തേക്ക് കൊടുക്കുന്നുണ്ട്, ഇടത്തേക്ക് പോലും അറിയരുത് എന്നുള്ള രൂപത്തിൽ ആ രൂപത്തിൽ നിൽക്കുകയാണ്. ആ രൂപത്തിൽ നമ്മുടെ സമയം മാത്രമല്ല സമൂഹത്തെ മൊത്തമായിട്ട് ഈശ്വരനെ അർപ്പിച്ച അദ്ദേഹത്തിന് കിട്ടിയിരിക്കുന്ന വരദാനങ്ങൾ മുഴുവനും അത് ഷെയർ ചെയ്യുന്നു എന്നുള്ളതിനെ സംബന്ധിച്ച് ഷെയറിങ്ങാണ്. ആ ഷെയർ ചെയ്യുന്നതിന് ഇന്ന് ഇന്ത്യയിലെ ഒറ്റ ഒരു വ്യക്തിയെ ഞാൻ കാണുന്നുണ്ടെങ്കിൽ അത് ഞങ്ങളുടെ ചെയർമാൻ സാർ അല്ലാതെ രണ്ടാമതൊരാളെ ചൂണ്ടിക്കാണിക്കാൻ ഞങ്ങൾക്ക് ഇന്നില്ല എന്നുള്ളത്. ആ രൂപത്തിൽ ഇന്ന് ഞങ്ങളെ വിളിച്ച് ഞങ്ങളുടെ ഒരു നാട്ടൊന്നും ചെയ്തില്ല. ഇത് ഞങ്ങളുടെ ഒരു ആവശ്യമാണ്. 25,000 ജീവനക്കാരുള്ള സന്തുഷ്ടമായ ജീവനക്കാർ, അവരുടെ ആഗ്രഹമാണ് ചെയർമാൻ സാർ വീണ്ടും ജയിക്കണമെന്നുള്ള രൂപത്തിലുള്ള ഒരു സൂചന കിട്ടിയപ്പെടുത്തിയതിന് ഓർത്തഡോക്സിലെ അംഗങ്ങളെ ഒക്കെ വിളിച്ചു പറഞ്ഞ് ഇന്നതാണ്. അവർ ഉടൻ തന്നെ അവരുടെ മിഷനറി, അവരുടെ പള്ളികളിലുള്ള മിഷനറി മുഴുവൻ ചലിച്ചിട്ട് ചെയ്ത് പിന്നെ ചെന്ന് ചെയ്യേണ്ട കാര്യമില്ല. ആ രൂപത്തിൽ കോഴഞ്ചേരി, കൊല്ലം, കൊട്ടാരക്കര റീജിയൻ്റെ കീഴിലുള്ള ഓർത്തഡോക്സ് സഭാവിശ്വാസികളായ ജീവനക്കാർ പരിപൂർണമായിട്ട് സഹകരിച്ചു. അപ്പം അതിന് നമ്മളെ വിളിച്ചതിന്, ഞങ്ങളെ ഒക്കെ ഭക്ഷണമൊക്കെ തന്ന് 2 നല്ല വാക്ക് പറയുന്നതിന് അവസരം ലഭിച്ച ബഹുമാനപ്പെട്ട ചെയർമാൻ സാറിനോട് ഞങ്ങൾക്കുള്ള സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളാണെങ്കിൽ ഈ സ്ഥാപനത്തിലെല്ലാം ഹിന്ദുക്കളൊക്കെ ഉള്ളതാണ്. മിനിഞ്ഞായിരുന്നു അവിടുത്തെ ഉള്ള തമിഴ്നാട്ടുകാരാണ്. അവർക്കെല്ലാം അറിയാം ചെയർമാൻ സാറിന് ഇത് ട്രസ്റ്റിയായിട്ട് കിട്ടുന്നവരെല്ലാം സന്തോഷിക്കുന്നു. ആ രൂപത്തിൽ ഉള്ള 25,000 സന്തുഷ്ടമായ ജീവനക്കാരാണ് മുത്തൂർ ഫൈനാൻസിലുള്ളത്. അവരെല്ലാവരും തന്നെ അവരുടെ പ്രാർത്ഥന ചെയർമാൻ സാറിന് ഞാൻ അർപ്പിക്കുകയാണ്. ചെയർമാൻ സാറിൻ്റെ പ്രവർത്തന മണ്ഡലം പരിപൂർണമായിട്ട്
വിജയിക്കുക, അത് ഒരു മുതൽക്കൂട്ടായിട്ട് സമൂഹത്തിനും രാഷ്ട്രത്തിനും മുതൽക്കൂട്ടായി വരുന്നതിന് ഈശ്വരൻ എല്ലാ കരുണകളും ചെയർമാൻ സാറിന് നൽകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി എൻ്റെ വാക്കുകൾ. ഒന്നാമതായിട്ട് ഈ ഇലക്ഷന് ഞാൻ പ്രവർത്തിച്ചില്ല എന്ന് പറയുമ്പോൾ പ്രവർത്തിച്ച 2 പ്രധാന വ്യക്തികൾ ഈ സ്റ്റേജിൽ ഇരിക്കുന്നു. അവർക്ക് ഞാൻ ഒരു നന്ദി സൂചകമായിട്ട് നന്ദി പ്രകടിപ്പിക്കുന്നതായിട്ട് ഇപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും നാമത്തിൽ ഞാൻ ആ നന്ദി അർപ്പിക്കാനായിട്ട് ബൊക്കെ കൊടുത്ത് ഞാൻ ആദരിക്കാൻ പോവുകയാണ്. ഏബ്രഹാം ജോർജ് സാറാണ് ഇതിൻ്റെ ഏറ്റവും കോട്ടയത്താണല്ലോ സഭയുടെ കേന്ദ്രം. ആ കേന്ദ്രത്തിലെ ആഫീസിലിരുന്ന് മുഴുവൻ കോർഡിനേറ്റ് ചെയ്തത് ഏബ്രഹാം ജോർജ് സാറാണ്. അദ്ദേഹം കൂടെ സഹപ്രവർത്തനായിട്ട് TM മാത്യു സാറിനെ കൂടെ ചേർത്ത്, സാറ് കോട്ടയത്തായിരുന്നെങ്കിൽ TM മാത്യു സാറിനാണ് കൊടുക്കേണ്ട കാര്യം. 87 വയസ്സുണ്ട് സാറിന്, എന്നെക്കാട്ടി ആക്റ്റീവാണ് TM മാത്യു സാർ. സാറ് കൊല്ലത്തായതുകൊണ്ട് ആ നടുനായകത്വം കോട്ടയത്തിരുന്ന് വഹിച്ച ഏബ്രഹാം ജോർജ് സാറിന് ഞാൻ നിങ്ങളുടെ എല്ലാവരുടെയും നാമത്തിൽ ഇപ്പോൾ ഈ ഉപഹാരം നൽകുന്നു. പേടിക്കണ്ട, നിങ്ങളെ എല്ലാവരെയും ഞാൻ ഷെയ്ക്കാൻ ചെയ്തിട്ട് വിടുകയുള്ളൂ. ഉണ്ടായി എല്ലാവരെയും. അത് കഴിഞ്ഞ് ഇപ്പൊ നിങ്ങൾ കേട്ടല്ലോ പ്രസംഗം. TM മാത്യു സാറിന് പറയാൻ തുടങ്ങിയാൽ മുത്തൂറ്റ് ഗ്രൂപ്പിനെ പറ്റിയും മുത്തൂറ്റ് കുടുംബത്തെ പറ്റിയും പ്രത്യേകിച്ച് എന്നെ പറ്റിയും പറഞ്ഞാൽ നിർത്താൻ സാറിന് അറിയത്തില്ല. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കൊട്ടി, സാറത് കേട്ടില്ല. എങ്കിലും സാറ് ഒരു സമയത്ത് നിർത്തി. സാറിന്റെ ഉത്തേജനം, സാറിന്റെ ഉന്മേഷം, സാർ എന്നോട് പറഞ്ഞു, ചെയർമാൻ സാർ ഇതിനകത്തൊന്നും മാറരുത്, ഞങ്ങളെല്ലാം കൂടെ ഉണ്ട് എന്ന് പറഞ്ഞ് 87 ഇയേഴ്സ് യങ് മാത്യു സാറ് ആ ഏരിയയിലെ എല്ലാവരും ഒത്തൊരുമിച്ച് പ്രവർത്തിച്ചു. സാർ, ഞാൻ എന്നും അങ്ങയോട് 2 പേരോടും കടപ്പെട്ടവനാണ്. ഞാൻ ഈ ഉപഹാരം നിങ്ങൾക്ക് വേണ്ടി സാറിന് നൽകും. ഞാൻ പറഞ്ഞുകൊണ്ട് ഞാൻ മറുപടി പ്രസംഗത്തിലേക്ക് കടക്കുന്നില്ല. ഒറ്റ വാചകത്തിൽ ഞാൻ പറയട്ടെ, എനിക്ക് അനേക ജോലി ചെയ്തു തീർക്കാനുണ്ട്. ഇലക്ഷന് ജയിപ്പിക്കുക എന്നുള്ള ജോലി മാത്രമല്ല നിങ്ങളുടേത്. നിങ്ങളെല്ലാവരും മുത്തൂറ്റ് ഗ്രൂപ്പ് ഫാമിലിയിലെ കുടുംബത്തിലെ അംഗങ്ങളാണ്. നിങ്ങൾക്ക് ഇനിയും അനേക കാര്യങ്ങൾ എൻ്റെ കൂടെ ചേർന്ന് പ്രവർത്തിക്കാനുണ്ട്. നിങ്ങളുടെ കൈത്താങ്ങൽ വേണം. ശ്രീമാൻ അച്ചൻകുഞ്ഞ് തോമസ് ജോണ് സഭയിൽ അങ്ങേയറ്റം പ്രവർത്തിക്കുന്ന ആളാണ്. അദ്ദേഹം ആധ്യാത്മിക പ്രസ്ഥാനത്തിൻ്റെ ഈ ഭദ്രാസനത്തിൻ്റെ വൈസ് പ്രസിഡന്റാണ്, ജനറൽ സെക്രട്ടറിയാണ്. നമ്മുടെ ഈ ഭദ്രാസനത്തിന് വേണ്ടി അനേക കാര്യങ്ങൾ ചെയ്യുന്ന ആളുകളാണ്. ഇന്ന് പള്ളിയിൽ എനിക്ക് തന്ന ആദരവിലും സ്വീകരണത്തിലും ഞാൻ സംസാരിച്ചു. ഞാൻ തന്നെ പ്രവർത്തിച്ചാൽ ഒക്കുകയില്ല. ഈ ഇരിക്കുന്ന എല്ലാവരും എൻ്റെ കൂടെ കാണും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. സഭയിലും സമൂഹത്തിലും പാവങ്ങൾക്കും വേണ്ടി അനേക കാര്യങ്ങൾ ചെയ്യാനുണ്ട്. നിങ്ങൾ എൻ്റെ കൂടെ കാണണം. എനിക്ക് വേണ്ടി നല്ല വാക്ക് പറഞ്ഞ ജിജി ശാമുവേൽ അച്ഛനോടും പ്രിയങ്കരനായ ഞങ്ങളുടെ വികാരി AB ഏബ്രഹാം അച്ഛനോടും ഏബ്രഹാം ജോർജ് സാറിനോടും TM മാത്യു സാറിനോടും ഞാൻ അങ്ങേയറ്റം നന്ദി പറയുന്നു. കടപ്പെട്ടവനാണ്. നിങ്ങൾ എല്ലാവരും എനിക്കൊരു ഷെയ്ക്കാൻഡ് തന്നേച്ചേ പോകൂ. ഞാനാ നിങ്ങൾക്ക് തരുന്നത്. ചെയർമാൻ സാർ ആയതുകൊണ്ട് ഷെയ്ക്കാൻഡ് തരാൻ പേടിക്കണ്ട. കാര്യം നിങ്ങൾ എനിക്ക് വേണ്ടി പ്രവർത്തിച്ചു വരാം. നിങ്ങളെ എല്ലാം ഇവിടെ സ്റ്റേജിൽ കയറ്റാൻ വയ്യാച്ചുകൊണ്ടാണ് നിങ്ങൾ ഇവിടെ ഇരിക്കുന്നത്. നന്ദി. രേഖപ്പെടുത്തുക എന്നുള്ളതാണ് എൻ്റെ കടമ. ഓൾറെഡി ജോയിച്ചാൻ പറഞ്ഞു കഴിഞ്ഞുവെങ്കിലും യോഗത്തിന്റെ നടപടി എന്ന നിലയിൽ വളരെ ഹൃദ്യമായ ഒരു പ്രസംഗം പ്രസന്റ് ചെയ്ത ജിജി സാമൂലിച്ചുള്ള നന്ദി സ്നേഹവും യോഗത്തിന്റെ പേരിൽ പ്രത്യേകിക്കും. ഓരോ പോയിന്റ് എടുത്ത് പറഞ്ഞ ചോദിച്ചാൽ ആരാണ്, എൻ്റെ ലക്ഷ്യം എന്താണ്, വളരെ ഹൃദ്യമായി ഈ സദസ്സിനെ ബോധ്യപ്പെടുത്തിയ AB അച്ഛനുള്ള സ്നേഹവും നന്ദിയും പ്രത്യേകിക്കും. നേരത്തെ ചോദിച്ചാൽ പറഞ്ഞ TM മാത്യു സാർ ഓരോ പോയിന്റ് എടുത്തെടുത്ത് അദ്ദേഹം പറഞ്ഞാലും തീരുന്നില്ല. അതുപോലെ ധാരാളം കാര്യങ്ങൾ പറയാറുണ്ട്. നിറഞ്ഞ മനസ്സോടുകൂടി യോഗത്തിന്റെ പേരിൽ TM മാത്യു സാറിന് നന്ദി രേഖപ്പെടുത്തുന്നു. ചുമ്മാതെ പറഞ്ഞു പോകല്ലായിരുന്നു ഏബ്രഹാം ജോർജ് സാറ്. അദ്ദേഹം എഴുതി വെച്ച് ഇങ്ങനെ 1, 2, 3, 4 വളരെ കൃത്യമായിട്ട്
പറഞ്ഞ് മനസ്സിലാക്കി ആരാണ് ചോദിച്ചാൽ എന്താണ് അൽമായ ട്രസ്റ്റി, അത് എന്തെല്ലാം ചെയ്തു എന്നുള്ളത് ഈ സദസ്സിന് അറിയാമെങ്കിൽ പോലും വളരെ ഹൃദ്യമായി മനോഹരമായി പ്രസന്റ് ചെയ്ത ഏവഹാം ജോസാനെ അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ പ്രോഗ്രാം കോർഡിനേറ്റ് ചെയ്യുന്നതിൽ ഇതിന്റെ പ്രോഗ്രാം ഒക്കെ കൈകാര്യം ചെയ്തതിൽ ഏറ്റവും മുഖ്യ പങ്ക് വഹിച്ച ആൾ ബാബു ജോർജ് എം, മുത്തൂർ ഹെൽത്ത് കെയർ, അദ്ദേഹത്തോടുള്ള സ്നേഹവും മനോഹരമായി പ്രാർത്ഥനാ ഗാനം ആലപിച്ച ഇവിടുത്തെ കൊയറിനോടുള്ള സ്നേഹവും നന്ദിയും പ്രത്യേകം അറിയിക്കുന്നു. ഇവിടുത്തെ അതന്നെ MMC പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ ഇനിയും ജോയിച്ചാനോട് ഒരു നന്ദി. ജോയിച്ചാനാണിത് കോർഡിനേറ്റ് ചെയ്ത് എങ്കിൽ പോലും അച്ചായനോട് റൈറ്റ് ഇതിലിരിക്കുന്ന ഓരോരുത്തരും ഒത്തിരി മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ഒത്തിരി ബുദ്ധിമുട്ടുകൾ ഉള്ള ഒരു വലിയ സംഭവമാണ് ഇട്ടിരിക്കുന്നത്. നന്ദി പറയേണ്ട ആവശ്യമുണ്ട്. വിലപ്പെട്ട സമയം നിങ്ങളുടെ ആരോഗ്യം ഒക്കെ തന്നെ ഇതിനു വേണ്ടി വിനിയോഗിച്ചു. എല്ലാവരോടും പ്രത്യേകമായ നന്ദി, സ്നേഹം രേഖപ്പെടുത്തുന്നു. ജോയിച്ചാനോട് നന്ദി പറയുന്നത് അനുചിത്യമാണ്, പറയാതിരിക്കുന്നത് അതിനേക്കാൾ തെറ്റുമാണ്. അദ്ദേഹം ആരാണ് എന്താണെന്നുള്ളത് പ്രസംഗത്തിലൊക്കെ കൂടി നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. വിലപ്പെട്ട സമയം, വിലപ്പെട്ട ആരോഗ്യം എല്ലാം നേരത്തെ പറഞ്ഞൊരു മുത്തുവെച്ച് ഗ്രൂപ്പിനേക്കാൾ ഉപരി സഭയ്ക്ക് വേണ്ടി, നിങ്ങൾക്ക് വേണ്ടി, നമുക്ക് വേണ്ടി എല്ലാം വിനിയോഗിക്കുന്ന ആളാണ്. വളരെ തിരക്കട്ട സമയം. ഞാൻ ഒരു പ്രാവശ്യം വിളിച്ചുകൊണ്ട് പറഞ്ഞു, രാജാ ഞാൻ കേരളത്തിലെത്തിയില്ല, ഡൽഹിയിലാണ്. 5-6 മണിക്കൂർ കഴിഞ്ഞ് വിളിച്ചു പറഞ്ഞു ഞാനിപ്പോൾ കേരളത്തിലെത്തി. അത് കഴിഞ്ഞ് വളരെ എമർജൻസി ആയിട്ട് ചുമ്മാ അത് വിളിക്കാമെന്ന് ഒരു 4 മണിക്കൂർ വിളിച്ചു കഴിഞ്ഞപ്പോൾ ഞാനിപ്പോൾ ആലുവ തൃക്കുന്നത്ത് സെമിനാറിലാണ്. ഇത്രയും തിരക്കട്ട ജീവിതത്തിനിടയിൽ സമയം കണ്ടെത്തി ഞങ്ങളെയും കരുതുവാനും ഞങ്ങളെ ഒന്ന് വിളിക്കുവാനും മനസ്സ് കാണിച്ച ജോയിച്ചാണ്ട് 1000 നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ കർമ്മത്തിൽ നിന്നും വിരമിക്കുന്നു. നന്ദി, നമസ്കാരം. കൊച്ചു പയ്യൻ ഇന്ന് ഈ രാജ്യത്തും പുറത്തും അറിയപ്പെട്ട ഒരു കലാകാരനായിട്ട് രൂപാന്തരപ്പെട്ടു. പ്രസംഗത്തിനും കഥാകാലക്ഷേപത്തിനും പിന്നെ ഗാനമേളയ്ക്കും ഗായിക സംഘങ്ങളെ കൊണ്ടുപോകാനും ഒക്കെ വളരെ ഊർജ്ജസ്വലനായിട്ട് പ്രവർത്തിക്കുന്ന നിർണൻ രാജൻ എനിക്ക് വേണ്ടി ചെയ്തത് ഞാൻ പറഞ്ഞില്ലെങ്കിൽ തെറ്റിപ്പോകും. എല്ലാവരെയും കോർഡിനേറ്റ് ചെയ്യാനായിട്ടും ടെലിഫോൺ വിളിക്കാനായിട്ടും വന്ന് ദിവസങ്ങൾ ചെലവാക്കി കഴിഞ്ഞ പ്രാവശ്യവും ഈ പ്രാവശ്യവും ശ്രീമാൻ രാജനോട്, നിർണൻ രാജനോടുള്ള എൻ്റെ പേഴ്സണലായിട്ടുള്ളതും നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയുള്ള നന്ദി ഞാൻ ഈ സമയത്ത് രേഖപ്പെടുത്തുന്നു. എനിക്ക് കിട്ടിയതൊക്കെ രാജന് കൊടുക്കുന്നു. ഇനിയും നാഷണൽ ആന്തം നാഷണൽ ആന്തം എല്ലാവരും വേണ്ടിയിട്ടില്ല.